കുറ്റ്യാടി കരിങ്ങാട് കാവിലമ്പാറ ഭാഗത്താണ് ഒരു കുട്ടിയാന ഭീതി ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ള ജനവാസ മേഖലയിലെത്തിയ കുട്ടിയാന നിരവധി ആളുകളെയാണ് ആക്രമിച്ചത്. കുട്ടിയാനയുടെ ആക്രമണത്തിൽ ചെറിയ പരിക്കുകളാണ് ആളുകൾക്ക് പറ്റിയത്. എന്നാൽ പോലും ആളുകൾക്ക് നല്ല ഭീതിയുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയാനയെ ഇവിടെ നിന്നും പിടികൂടണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിന്റെ ഭാഗമായി ഈ കുട്ടിയാനയെ മയക്കുവെടി വെക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇന്ന് രാവിലെ കുട്ടിയാനയെ കുറ്റ്യാടി കരിങ്ങാട് ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ പരിശോധിച്ച് ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആന ഉൾവനത്തിലേക്ക് പോയി. ഇപ്പോഴും ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനയെ കണ്ടെത്തിയ ശേഷം വെറ്റിനറി ഡോക്ടർ എത്തി നിരീക്ഷിക്കും. മയക്കുവെടി വെക്കാനുള്ള ആരോഗ്യം കുട്ടിയാനയ്ക്ക് ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിച്ച ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ് വനം വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ പുറകുവശത്ത് കാണുന്ന വീട്ടിലുള്ള ദമ്പതികളെ ഇന്നലെ കുട്ടിയാന ആക്രമിച്ചിരുന്നു. ഏതാണ്ട് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് സംഭവം. ഈ കുട്ടിയാന ഇവിടേക്ക് എത്തുകയും ഇവിടെയുള്ള പ്ലാവിൽ നിന്നും ചക്ക പറിച്ച ശേഷം ഈ ഭാഗത്തേക്ക് എത്തി ഇവിടെയുള്ള വീട്ടമ്മയായ ആനയെ ആക്രമിക്കുകയായിരുന്നു. ആനയെ ആക്രമിക്കുന്നത് കണ്ട തടയാൻ ശ്രമിച്ച ഭർത്താവ് തങ്കച്ചനെയും കുട്ടിയാന ആക്രമിച്ചു. നിസാര പരിക്കുകളാണ്, പക്ഷേ അത് വലിയ ഭീതി ഇവർക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർ പറയുന്നത് അനുസരിച്ച് ഈ തള്ളയാന മാസങ്ങൾ മുൻപ് ചത്തുപോയതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇതിനെ തിരഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയാന ഇവിടെയൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം ഈ കുട്ടിയാനയെ പടകം പൊട്ടിച്ച് ഇവിടെ നിന്നും ഓടിക്കാൻ ശ്രമിച്ചാൽ പോലും ഇത് പടകം പൊട്ടിക്കുന്നവരെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ആളുകളെ കണ്ടാൽ പെട്ടെന്ന് അക്രമാസക്തനാവുന്ന സ്വഭാവം ഈ കുട്ടിയാനയ്ക്കുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. ഇവിടെ പലർക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സ്വഭാവം? പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു ഇതാണ്. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചാൽ പെട്ടെന്ന് ഓടി വന്ന് നമ്മളെ ഓടിക്കുക, അതുപോലെ തന്നെ ഉപദ്രവിക്കുക, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൃഷിയെല്ലാം കൂടുതലായിട്ട് നശിപ്പിച്ച് കളയുക. പകലായത് കൂടുതലുമായിട്ട് ശല്യം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ വലിയ ആനകളൊന്നും ഇല്ലേ? വലിയ ആന ഇല്ല, ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തള്ള ചത്തുപോയിട്ട് ഇത് തള്ളയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക. പകലും എല്ലാം കയറി വരും ഇത്. തീർച്ചയായും അങ്ങനെ പകൽ സമയത്തൊക്കെ കുട്ടിയാന ഈ ഭാഗത്തുണ്ട്. ഏതായാലും പരിശോധന നടത്താൻ തുടങ്ങിയ സമയത്ത് ഉൾവനത്തിലേക്ക് പോയ ആനയെ ഇനിയും ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം വെറ്റിനറി ഡോക്ടറുടെ നിരീക്ഷണം